എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 9-ന്റെ 1-2 വാക്യങ്ങൾ. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരും തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിലേക്ക് ദൈവം നമ്മളെ എത്തിച്ചിരിക്കുന്നുവല്ല. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം ശൗൽ പൗലോസായി മാറിയ, അല്ലെങ്കിൽ ശൗലിൻ്റെ മാനസാന്തരവും നിയോഗവും സംബന്ധിച്ച ആ വലിയ സംഭവത്തിൻ്റെ ആരംഭഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ 3 ഇടങ്ങളിൽ പൗലോസിൻ്റെ മാനസാന്തര അനുഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും പൗലോസ് തന്നെ അത് പറയുകയും ചെയ്യുന്നുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയും 22-ാം അധ്യായത്തിലും തുടർന്ന് 26-ാം അധ്യായത്തിലും നമ്മളത് വായിക്കുന്നു. സ്തേഫാനോസിനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു എന്ന് 8-ാം അധ്യായത്തിൻ്റെ ആരംഭഭാഗത്ത് വായിക്കുന്നു. അതിനെ തുടർന്ന് ഓരോ വീടുകൾ തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചും പോന്നു. സിനഗോഗും മറ്റുമുണ്ടായിരുന്ന ഒരു യഹൂദ കോളനിയായിരുന്നു ഡമസ്കോസ്. ശൗൽ വിരിച്ച വലയിൽ നിന്ന് രക്ഷപ്പെട്ട ചില യഹൂദന്മാർ അവിടേക്ക് ഓടിപ്പോയി രക്ഷപ്പെട്ടിരുന്നു. അവരെ പിടിച്ച് യെരുശലേമിലേക്ക് കൊണ്ടുവരാൻ മഹാപുരോഹിതന്റെ അധികാരപത്രവും വാങ്ങി അനുചരന്മാരോടൊത്ത് ശൗൽ അവിടേക്ക് യാത്രയായി. യെരുശലേമിൽ നിന്ന് 150 മൈൽ ദൂരമുണ്ട് ദമസ്കോസിലേക്ക് കാൽനട യാത്രയ്ക്ക്. ഒരാഴ്ചയെങ്കിലും വേണ്ടിവരും. ശൗൽ ഒരു പരീശനും ധനാഢ്യനും വിദ്യാസമ്പന്നനുമായിരുന്നു. ഗമാലിയേലിൻ്റെ കീഴിൽ പഠിക്കുന്നത് തന്നെ ഒരു പ്രത്യേകതയാണ്. സാധാരണക്കാർക്കത് അപ്രാപ്യമായിരുന്നു എന്ന് വേണം കരുതാൻ. പലതുകൊണ്ടും സാധാരണക്കാർ അവനോട് ചേർന്ന് നടക്കാറില്ല. ഒരകലം വിട്ടേ നടക്കൂ. ഈ ഒരാഴ്ച യാത്രയെ വേദപുസ്തക വ്യാഖ്യാതാക്കളൊക്കെ വിശേഷിപ്പിക്കുന്നത് ദ വീക്ക് ഓഫ് ലോൺലിനെസ്, ഏകാന്ത ആഴ്ച എന്നാണ്. ഏകനായി മുൻപിൽ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായി പല ചിന്തകൾ അവൻ്റെ മനസ്സിൽ പൊന്തി വരാൻ സാധ്യതയുണ്ട്. സ്തേഫാനോസ്, അവൻ്റെ മുഖത്തെ തേജസ്, മരണസമയത്തെ പ്രാർത്ഥന, പീഡിപ്പിക്കപ്പെട്ട വിശ്വാസികൾ, അവരുടെ പ്രതികരണം തുടങ്ങിയവയെല്ലാം ഒരു ഫിലിമിൽ എന്ന പോലെ അവൻ്റെ കൺമുൻപിൽ ഇങ്ങനെ മിന്നി മറഞ്ഞു പോയിരിക്കാം. ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിൻ്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുമെന്ന് അവനോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും എന്നാണ് ദർശനത്തിലൂടെ കർത്താവ് ശൗലിനെ അറിയിക്കുന്നത്. ഈ സംഭവം ശൗലിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വഴിത്തിരിവായി മാറി. 3 പ്രാവശ്യമാണ് ലൂക്കോസ് ഈ സംഭവം ആവർത്തിച്ച് രേഖപ്പെടുത്തുന്നത്. കേട്ട ശബ്ദം അവൻ അയവിറക്കി കാണും. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. മരിച്ചടക്കപ്പെട്ട യേശു ഇന്നും ജീവിക്കുന്നു. അത് ശൗലിനെ സംബന്ധിച്ച്
ആശ്ചര്യം ഉളവാക്കുന്ന ഒരു വെളിപ്പെടുത്തലാവാം. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന യേശുവിൻ്റെ വിശ്വാസികളെയാണ് ശൗൽ ഉപദ്രവിച്ചത്. കേട്ട ശബ്ദം, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തെന്നാണ്. എന്നിൽ വിശ്വസിക്കുന്നവരെ ഉപദ്രവിക്കുന്ന എന്ത് എന്ന് ചോദിക്കുന്നില്ല. അപ്പോൾ വിശ്വാസികളുമായി ഏകീകരിക്കുന്ന അല്ലെങ്കിൽ ഏകീഭവിക്കപ്പെടുന്ന യേശു, കൂടെയുള്ളവർ ശബ്ദം കേട്ടതല്ലാതെ ആരെയും കണ്ടില്ല. വിശ്വാസികളോട് ഒരു കാട്ടുചെന്നായെപ്പോലെ ക്രൂരമായി പെരുമാറിയവനെ ആട്ടിൻകുട്ടിയെപ്പോലെ അല്ലെങ്കിൽ ആട്ടിൻപറ്റത്തെ ഇടയന് സമാനമായി രൂപാന്തരപ്പെടുത്തിയ സംഭവമാണ് ദമസ്കോസിന് സമീപം ഉണ്ടായത് എന്ന് ജോൺ കാൽവിൻ്റെ ഒരു വ്യാഖ്യാനമുണ്ട്. God's grace is seen not only in such a cruel wolf being turned into a sheep, but also in assuming the character of a shepherd. ആട്ടിൻപറ്റത്തെ പാലിക്കുന്ന ഇടയന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിലേക്ക് ആട്ടിൻപറ്റത്തെ ഉപദ്രവിക്കുന്നവൻ രൂപാന്തരപ്പെടുന്നു. ഇതിനെയാണ് മാനസാന്തരം എന്ന് പറയുക. മുള്ളിനോട് ഉதைക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്നാണ് കർത്താവ് അവനെ ഓർമ്മിപ്പിക്കുന്നത്. നിലം ഉഴന്ന് കൊണ്ട് പോകുന്ന കർഷകൻ ഈ മെരുങ്ങാത്ത കാളകൾക്ക് വേഗത കൂട്ടാൻ ഒരു മുള്ള് തൊട്ടുപുറകിൽ കാലിനോട് ചേർത്ത് പിടിക്കും. നടപ്പിൻ്റെ വേഗം കുറയുമ്പോൾ സ്വാഭാവികമായി മുള്ളുകൊള്ളും, വേഗത കൂട്ടുകയും ചെയ്യും. യവന ലത്തീൻ ഭാഷകളിലൊക്കെ നിലവിലിരുന്ന ഒരു ചൊല്ലായിരുന്നു ഇത്. മെരുക്കമില്ലാത്ത കാളയോടാണ് അവൻ ഉപമിക്കപ്പെട്ടിരിക്കുന്നത്. തൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ പോഷത്വമൊക്കെ പൗലോസിന് മനസ്സിലായി. പല സംശയങ്ങൾ അവൻ്റെ മനസ്സിൽ പൊന്തി വന്നു. അവനാകെ അസ്വസ്ഥനായി. സംശയങ്ങൾ രഹസ്യമായി പൂഴ്ത്തിവെക്കുന്നവരിലാണ് ഈ മത തീവ്രത സാധാരണ കാണുന്നത്. ശൗലിൻ്റെ മാനസാന്തരം ഏൽപ്പിക്കപ്പെട്ട ഒരു അനുഭവമല്ലായിരുന്നു. അവന് വെളിപ്പെട്ട് ഇടപെട്ട യേശു യാതൊരു ഹേമവും ചെലുത്തിയില്ല. നിലത്ത് വീണ അവനോട് സ്നേഹത്തോടെ ചോദിച്ചു, നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? ആ ചോദ്യം അവൻ്റെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തി. നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോകാം, തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ നിന്നെ അറിയിക്കും. പരിഭ്രാന്തിയിൽ ശബ്ദം അടഞ്ഞുപോയില്ല. ദമസ്കോസ് സംഭവത്തിൽ യേശുവുമായി നടത്തിയ സംഭാഷണം മാനസാന്തരത്തിൻ്റെ ആഴവും സ്വഭാവവും വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ക്രിസ്തുവിലേക്ക് തന്നെ പൂർണ്ണമായും മാറ്റിയ അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട ചുരുക്കം സംഭവങ്ങളിലൊന്നാണ് പൗലോസിൻ്റെ ഈ സംഭവം. ഇത് നമ്മുടെയൊക്കെ മനസാക്ഷിയെ തൊട്ടുണർത്തേണ്ടതാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇച്ഛകൾ കൊണ്ടുമൊക്കെ ദൈവത്തോട് അല്ലെങ്കിൽ കർത്താവിനോട് അകന്നു നിൽക്കുമ്പോൾ പൗലോസിനോട് ചോദിച്ച ചോദ്യം നമ്മളോടും ചോദിക്കാൻ സാധ്യതയുണ്ട്. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അതുകൊണ്ട് നമുക്ക് ഇനിയും ഒരു മാനസാന്തരം അത് തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ഇതൊരു പ്രോസസ്സാണല്ലോ. അതിനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശൗലിൻ്റെ മാനസാന്തരത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയെന്ന് തുടർന്ന് വരുന്ന ചിന്തകളിൽ നമുക്ക് പങ്കുവയ്ക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിനത്തിനായും അതിൻ്റെ സാധ്യതയ്ക്കായും നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയും സാന്നിധ്യവും അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. വരാമായിരിക്കുന്ന ആപത്തനർത്ഥങ്ങൾ വെടിവെച്ച് സന്തോഷകരമായ ഫലകരമായൊരു പകൽ പ്രദാനം ചെയ്യണമേ. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളിലും ജോലി വേലകളിലും ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്ന ഇടങ്ങളിലുമൊക്കെ കർത്താവിൻ്റെ
കൃപ പകരണമെന്ന് യാചിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ ഉണർവിൻ്റെയും ദിനങ്ങളെ നൽകണമേ. യേശുമിശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാം എല്ലാവരോടും നമ്മുടെ ആവശ്യങ്ങളോടും പ്രാർത്ഥനാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.